നൽകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. അജീഷ. ശരി, റിയാസാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. പന്തീരങ്കാവ് ശ്രീധര പീഡന കേസിൽ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച് മന്ത്രി ആർ ബിന്ദു. സമൂഹത്തിലെ സ്റ്റാറ്റസിന്റെ ഭാഗമായി പലരും ഇപ്പോഴും ശ്രീധരത്തെ കൊണ്ടു നടക്കുന്നു. ആദ്യഘട്ടത്തിൽ കേസെടുക്കാതിരുന്ന പോലീസിന്റെ നടപടിയെ മന്ത്രി വിമർശിച്ചു. സമൂഹത്തിലെ പുരുഷാധിപത്യ ബോധ്യങ്ങളാണ് പോലീസിനുമുള്ളത്. ലിംഗനീതിയിൽ അധിഷ്ഠിതമായ പരിശീലനം പോലീസിൽ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വളരെ മൃഗീയമായ രീതിയിൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഈ കുട്ടിക്ക് നേരിടേണ്ടതായി വന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. പെൺകുട്ടി തുറന്നു പറഞ്ഞു എന്നുള്ളതും വീട്ടുകാര് ആ കുട്ടി പറയുന്നത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതുമാണ് ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായ ഘടകമായിട്ട് വന്നിട്ടുള്ളത്. സമൂഹത്തിന്റെ പൊതുബോധത്തിൽ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ അടയാളം എന്ന നിലയിൽ പോലും അത് കരുതപ്പെടുന്നു. സാമൂഹ്യമായിട്ടുള്ള ലിംഗനീതി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള വ്യാപകമായ ബോധവൽക്കരണവും പ്രചാരണ പരിപാടികളും ഒക്കെ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കോഴിക്കോട് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ചികിത്സാ രേഖകൾ ആവശ്യപ്പെട്ട് പോലീസ്.